തെളിവുകൾ മറയ്ക്കാനോ അല്ലെങ്കിൽ തെളിവുകൾ അധികമായി ചേർക്കാനോ ഒന്നും സത്യസന്ധമായി വളരെ സത്യസന്ധമായി നടന്ന കാര്യങ്ങൾക്ക് ഇന്നയാണെന്ന് കൃത്യമായിട്ട് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഞങ്ങളുടെ ഒരു ഗൂഢാലോചനയില്ല, അതിനപ്പുറം ഒരു പെട്ടെന്നുള്ള പ്രൊവോക്കേഷനാണ്. ഇത് കോടതിക്കുള്ളിലേക്ക് എങ്ങനെ പ്രകോപനമില്ലാതെ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇത് ആദ്യം ഈ പ്രതിയെ സംബന്ധിച്ചിടത്തോളം പ്രതിയുടെ മാനസിക നില പരിശോധിക്കുക എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ കർത്തവ്യം. കാരണം അത് തന്നെയായിരിക്കും പ്രതി ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഡിഫൻസ് എന്ന് നമുക്ക് മുന്നമേ കണ്ടു തന്നെ. അതിനെ ഒരിക്കലും മറച്ചു വയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ മാനസിക നില പരിശോധിക്കാൻ വേണ്ടി നമ്മൾ അന്നേരം തന്നെ അതിന് റിക്വസ്റ്റ് കൊടുക്കുകയും അതിന് കോടതി അനുവദിക്കുകയും അതാണ് ആദ്യമായി ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ കേസിൽ അത്തരത്തിലൊരു ഡിഫൻസ് പ്രതിഭാഗത്തിന് എടുക്കാൻ കഴിയാതെ പോയത്. ഇത് ആശുപത്രിക്കുള്ളിൽ വെച്ച് ഒരു ഡോക്ടർ കൊല ചെയ്യപ്പെടുന്ന അപൂർവ ഡ്യൂട്ടിക്കിടെയുള്ള സംഭവമാണ്. മാത്രമല്ല ഒരു അച്ഛനമ്മയ്ക്ക് നീതി നേടിക്കൊടുക്കുക എന്നുള്ളൊരു വലിയ പോരാട്ടം കൂടെ അല്ലായിരുന്നു പോലീസിനെ സംബന്ധിച്ച്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ കേസിൻ്റെ സിറ്റിങ്ങുകളിലും ഡോക്ടർ വന്ദനയുടെ മാതാപിതാക്കൾ ഞങ്ങളെക്കാൾ മുമ്പേ അവിടെ വന്ന് ഹാജരായി. അവരുടെ നിറകണ്ണുകളോട് അവിടെ ഇരിക്കുന്ന ഒരു സീൻ ഞങ്ങൾക്ക് എപ്പോഴും മറക്കാൻ കഴിയുന്നതല്ല. അവരുടെ ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് അവർ കാത്തിരുന്നത്. അതിന് ഞങ്ങൾക്ക് 100% നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.